അപ്പോൾ ഈ ജനനത്തിനും മരണത്തിനിടയ്ക്ക് വിവാഹം, അത് കഴിഞ്ഞൊരു പ്രസവം, അത് കഴിഞ്ഞ് പിന്നെ അവരെ വളർത്തണം, പ്രയാസങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സന്തോഷവും സന്താപവും, ഒരു മാതാവാകുന്നു, പിതാവാകുന്നു, ഇതെല്ലാം പ്രപഞ്ചത്തിനോടും പ്രകൃതിയോടൊക്കെ മല്ലിട്ട് അവസാനം നമ്മൾ സ്ഥലത്തേക്ക് പോകും. എവിടേക്കാണെന്നറിയോ? കല്ലറയിലേക്ക്. ചേച്ചി ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചു, ശരിയല്ലേ, കുറേ നാളുകൾക്കുള്ളിൽ നമ്മൾ ജീവിക്കുന്നു, കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 70 അല്ലെങ്കിൽ 80. അതിനിടയ്ക്ക് ഒരു വ്യക്തി ഏതെല്ലാം തരത്തിൽ, അതായത് ഒരു വ്യക്തിക്കുള്ള അനുഭവങ്ങളല്ല മറ്റുള്ള വ്യക്തിക്ക് വരുന്നത്. ഒരുപാട് പ്രയാസങ്ങളോട് കടന്നു പോകുന്ന വ്യക്തികളുണ്ട്, പ്രശ്നങ്ങളോട് കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ആ ചേച്ചി പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ടാണ് ചേട്ടൻ പ്രണയിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പം, പണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ആ പറഞ്ഞ സംഭവങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അപ്പം അത് ഒരു വേദനയായിട്ട് ഇന്നും ആ ചേച്ചിയുടെ ഉള്ളിൽ അവശേഷിച്ചിരിക്കുക. വീട്ടിലത് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ മുൻപിൽ ഇപ്പോൾ തകർത്ത അഭിനയമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണയിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ ആ പ്രണയം നഷ്ടപ്പെടുന്നതിൻ്റെ പേരിൽ പുള്ളി വേറെ റൂട്ട് തിരഞ്ഞെടുത്താലോ എന്ന് വരെ ചേച്ചി ഭയക്കുന്നുണ്ട്. ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള ദിവസങ്ങൾ, അത് ഓരോ ദിവസവും നമുക്ക് എങ്ങനെ മനോഹരമാക്കാം, അതായത് നന്മയിലൂടെ, തിന്മയിലൂടെ അല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, നന്മയിലൂടെ നമുക്ക് എങ്ങനെ മനോഹരമാക്കാം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരും. അതിനെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോഴാണ് ആ ജീവിതത്തിന് ഒരു മധുരം ഉണ്ടാകുന്നത്. ആ മധുരം കിട്ടാത്തവരാണ് വീണ്ടും ഈ ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. പലപ്പോഴും എൻ്റെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നു കയറിയിട്ടുള്ള സമയങ്ങളിൽ എനിക്കും തോന്നിപ്പോയിട്ടുണ്ട്, ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തേയില്ല എന്ന് ചിന്തിച്ചു പോയിട്ടുള്ള ദിവസങ്ങളുണ്ട്. പക്ഷേ പിറ്റേ ദിവസം അതിനെ മറികടക്കാനുള്ള ഏതെങ്കിലും ഒരു അവസരം ദൈവം തരും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിരാശപ്പെടുന്നും വേണ്ട. വളരെ മനോഹരമായിട്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കിട്ടുന്നുണ്ട് എങ്കിൽ, അതായത് വീട്ടിൽ അപ്പനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആകാൻ നോക്കാം. ചിലവർക്ക് എന്താ പറയുക, ഫ്രണ്ട്സായിട്ട് കൂട്ടുകൂടുമ്പോഴായിരിക്കും സന്തോഷം കിട്ടുന്നുണ്ടാവുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കുക. പക്ഷേ തിന്മയിലേക്ക് പോകാതിരിക്കാനായിട്ട് മാക്സിമം പരിശ്രമിക്കുക. കാരണം തിന്മയിലേക്ക് പോകാനുള്ള വാതിൽ വലിയ വിശാലമായ വാതിലാണ്. ഇടുങ്ങിയ വാതിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിനൊരു സുഖം. ഓക്കെ, താങ്ക് യു.